അകത്തെന്താണ് നടക്കുന്നതെന്നറിയാതെ ദേവൻ ആകുലതയോടെ ഐസുവിനു മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാലുകൾക്ക് വല്ലാതൊരു വിറയൽ. ഓരോ നിമിഷവും ഒരു യുഗം പോലെ നീളുന്നതായി അവന് തോന്നി. ഇടയ്ക്കിടയ്ക്ക് ഐസിയുവിൻ്റെ കട്ടിയുള്ള ഗ്ലാസ് ഡോറിലൂടെ അകത്തേക്കൊന്ന് കാണാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഡോർ തുറന്ന് ഡോക്ടർ പുറത്തു വന്നു. ദേവൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ തടസ്സമായി നിന്ന് ചോദിച്ചു, "സർ, രവിക്ക് എങ്ങനെയുണ്ട്?" "കണ്ടീഷൻ ഇപ്പോഴും ക്രിട്ടിക്കൽ ആണെന്ന് തന്നെ പറയാം. സർജറി സക്സസ് ആയിരുന്നു. ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ തലയിലെ പരിക്ക് അത് വളരെ കൂടുതലാ. ഓപ്പറേഷന് ശേഷം ബോധം വരാൻ സമയമെടുക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ. എന്നാൽ കുറച്ചു മുൻപ് പേഷ്യൻറ്റിന് ബോധം വന്നു. അത് നല്ലൊരു സൂചനയാണ്. പക്ഷേ പോസ്റ്റ് ട്രോമാറ്റിക് അജിറ്റേഷൻ കാരണം പേഷ്യൻ്റ് പെട്ടെന്ന് അസ്വസ്ഥയാവുകയും കൈകാലുകൾ അനിയന്ത്രിതമായി ചലിപ്പിക്കുകയും ചെയ്തു. അത് അപകടമാണ്. പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വന്നു." അദ്ദേഹം ഒന്ന് നിർത്തി ദേവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തുടർന്നു. "ആൾക്ക് ബ്രെയിൻ ഇഞ്ചുറി കുറച്ച് കാഠിന്യം കൂടിയതാ. അത് കാരണം ഉണ്ടായ ബ്രെയിൻ എഡിമ ഇപ്പോഴും പൂർണ്ണമായി കുറഞ്ഞിട്ടില്ല. ആ അവസ്ഥയിൽ ഇത്തരത്തിലുള്ള അമിതമായ ചലനങ്ങൾ ബ്രെയിനിൻ്റെ പ്രഷർ പെട്ടെന്ന് വർദ്ധിപ്പിക്കും. അതുണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ഉടനെ തന്നെ കുറച്ച് ഉയർന്ന അളവിൽ സെഡേറ്റീവ്സ് നൽകി മയക്കി കിടത്തിയിരിക്കുക. അടുത്ത 24 മണിക്കൂർ വളരെ നിർണായക. പ്രാർത്ഥിക്കുക. നമുക്ക് കാത്തിരിക്കാം. പ്രതീക്ഷ കൈവിടണ്ട." അത് കേട്ട് ദേവൻ വെപ്രാളത്തോടെ ഡോക്ടറോട് പറഞ്ഞു, "ഡോക്ടർ, എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും ചെയ്യാം. എത്ര കാശ് വേണമെങ്കിലും ചിലവാക്കാം. മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അതും ഞാൻ ചെയ്യാം. എനിക്ക് അവനെ വേണം. മഹാദേവ, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റെവിടെ പോയാലും ഇതിൽ കൂടുതൽ ചികിത്സയൊന്നും അവർക്കും ചെയ്യാൻ കഴിയില്ല. പറഞ്ഞല്ലോ, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാ. പ്രാർത്ഥിക്കുക." അത്രയും പറഞ്ഞ് ഡോക്ടർ വേഗത്തിൽ നടന്നു നീങ്ങി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പിന്നിലുള്ള നിസ്സഹായ അവസ്ഥ ദേവനെ തളർത്തിക്കളഞ്ഞു. കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടതുപോലെ അവൻ തറയിലിരുന്നു പോയി. കണ്ണുകൾ മുറുക്കെ അടച്ച് ഉള്ളിലെ തേങ്ങലുകളെ അവൻ കടിച്ചമർത്തി. കണ്ണുനീർ അണപൊട്ടി ഒരിറ്റി കവിളിലൂടെ താഴേക്ക് പതിച്ചതും അവൻ വേഗം അത് തുടച്ചു നീക്കി. കരഞ്ഞു തളരാനുള്ള സമയമില്ലെന്ന് ദേവന് തോന്നി. ദൃഢനിശ്ചയത്തോടെ അവൻ എഴുന്നേറ്റ് ആശുപത്രിയിലെ പ്രാർത്ഥനാ ഹാളിലേക്ക് നടന്നു. അവിടെ കത്തുന്ന തിരികൾക്ക് മുന്നിൽ അവൻ കൈകൾ കൂപ്പി നിന്നു. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ഏട്ടൻ തന്നെ വിട്ടു പോയതു മുതൽ താൻ ദൈവത്തിൻ്റെ മുന്നിൽ നിന്നിട്ടില്ല. ഒന്നും യാചിച്ചിട്ടില്ല. അന്ന് തുടങ്ങിയ ആ അകലം ഇന്നില്ലാതായി. അവൻ ഓർത്തു. ഭഗവാനെ, അവൻ്റെ ശബ്ദം വല്ലാതെ ഇടറി. "എൻ്റെ ഏട്ടൻ പോയപ്പോൾ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. അന്നു മുതൽ ഞാൻ നിൻ്റെ മുന്നിൽ വന്നിട്ടില്ല. പക്ഷേ ഇന്നെനിക്ക് മറ്റൊന്നും വേണ്ട. എനിക്ക് രവിയെ വേണം. പഴയതുപോലെ ചിരിച്ചും കളിച്ചും എൻ്റെ കൂടെ നടക്കുന്ന ആ രവി എനിക്ക് വേണം. എനിക്ക് അവനെ തിരിച്ചു തരണം." കൈകൾ കൂപ്പി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കുളി കഴിഞ്ഞ് ഗൗരി ഈറൻ മുടിയിൽ തോർത്ത് പിണച്ചു കെട്ടി പൂജാമുറിയിൽ നിലവിളക്ക് കത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കോളിംഗ് ബെൽ ശബ്ദം കേട്ടു. ഒരു നിമിഷം അവൾ തലചരിച്ചൊന്ന് നോക്കി. പെട്ടെന്നത് ദേവനായിരിക്കും എന്നോർത്ത് മനസ്സിൽ സമാധാനവും മുഖത്തൊരു പുഞ്ചിരിയും വിരിഞ്ഞു. "മഹാദേവ, ആശ്വാസമായി. രവിയേട്ടന് ഒരു കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ടാ സാറ് വന്നിരിക്കുന്നത്" എന്ന് വിചാരിച്ചവൾ സന്തോഷത്തോടെ വന്ന് ഡോർ തുറന്നു. ദേവൻ്റെ മുഖം കണ്ടതും അവൾക്ക് വല്ലാതായി. അവളെ ഒരു മാത്രം ഒന്ന് നോക്കിയതിന് ശേഷം ദേവൻ മുന്നോട്ട് നടന്നു. അവൾ പിന്നാലെ ചെന്ന് ചോദിച്ചു, "രവിയേട്ടൻ എങ്ങനെയുണ്ട്?" "അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല." "അവിടെ തനിച്ചാണോ?" "എൻ്റെ ഫ്രണ്ടുണ്ട്." "ആരാ കുഞ്ഞെ അവിടെ?" എന്ന് ചോദിച്ച് കിച്ചണിൽ നിന്ന് രാമേട്ടൻ വന്നു. "പ്രസാദുണ്ട് രാമേട്ട, എനിക്ക് ഒരു ചായ വേണം" എന്ന് പറഞ്ഞവൻ സ്റ്റെയർ കേസ് കയറിപ്പോയി. രാമേട്ടൻ കിച്ചണിലേക്ക് ചായ എടുക്കാനായി പോയി. ഗൗരി ദേവൻ പോകുന്നത് നോക്കി നിന്നു. "എന്തോ കുഴപ്പമുണ്ടല്ലോ, ആ മുഖം കണ്ടാലറിയാം." രാമേട്ടൻ ചായ എടുത്ത് വരുന്നത് കണ്ടപ്പോൾ ഗൗരി വേഗം പോയി അത് വാങ്ങി. "ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം രാമേട്ട." അവൾ ആ ചായയുമായി ദേവൻ്റെ റൂമിലേക്ക് പോയി. ഡോറിൽ മുട്ടിയ ശേഷം മെല്ലെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ദേവൻ ബെഡിൽ കിടക്കുകയായിരുന്നു. ചായയുമായി വന്നത് ഗൗരിയാണെന്ന് കണ്ടതും ദേവൻ എഴുന്നേറ്റിരുന്നു. ഗൗരി അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു. അവൻ്റെ മുഖത്തെ ക്ഷീണവും കൺതടങ്ങളിലെ കറുത്ത പാടുകളും അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ചായക്കപ്പ് അവൻ്റെ നേരെ നീട്ടിയപ്പോൾ അവൻ അത് വാങ്ങി. എങ്കിലും കപ്പ് പിടിച്ച അവൻ്റെ വിരലുകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. "ഓഫീസിൽ പോകുന്നില്ലേ നീ?" അവൻ ഗൗരിയെ നോക്കാതെ ചോദിച്ചു. "ഉണ്ട്." "എങ്കിൽ പൊയ്ക്കോ.
കപ്പ് ഞാൻ കൊണ്ടുവരാം. വേണ്ട, കുടിച്ചിട്ട് തന്നാ മതി. അവൾ അവിടുന്ന് അനങ്ങിയില്ല. അവളുടെ നോട്ടം തൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നത് പോലെ ദേവന് തോന്നി. അവൻ വേഗത്തിൽ ചായ കുടിച്ചു തീർക്കാൻ ശ്രമിച്ചു. അവൻ്റെ കൈകളുടെ വിറയലും കണ്ണുകളിലെ പതർച്ചയും ഗൗരി ഒപ്പിയെടുത്തു. ചായ കുടിച്ചു തീർത്ത ഉടൻ അവൻ അവിടുന്ന് എഴുന്നേറ്റ് ഗൗരിക്ക് നേരെ തിരിയാതെ കപ്പ് അവൾക്ക് നേരെ നീട്ടി. ഗൗരി ആ കപ്പ് വാങ്ങി ടേബിളിന് മുകളിൽ വെച്ചു. പെട്ടെന്ന് ഉറപ്പോടെ അവൾ ദേവന്റെ തോളിൽ പിടിച്ച് അവനെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. എന്താ രവിയേട്ടന്? അവളുടെ സ്വരത്തിൽ ഗൗരവമുണ്ടായിരുന്നു. ഒന്നുമില്ല. വീണ്ടും ഒഴിഞ്ഞു മാറി തിരിഞ്ഞു നിൽക്കാൻ ശ്രമിച്ച ദേവന്റെ കൈത്തണ്ടയിൽ അവൾ മുറുകെ പിടിച്ചു. നിങ്ങളുടെ മുഖം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് നിങ്ങളിൽ നിന്ന് തന്നെ കേൾക്കണം. അവളുടെ പിടി വിടിയിച്ച് അവളിലേക്ക് തിരിയാതെ ദേവൻ പറഞ്ഞു. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, നീ പോയേ. അവൻ്റെ ശബ്ദത്തിലെ ദേഷ്യത്തിലും വേദനയുണ്ടായിരുന്നു. ഗൗരി അപ്പോഴും അവിടെ തന്നെ നിന്നു. അവളുടെ സ്വരം അല്പം കൂടി താഴ്ന്നു. എങ്കിലും അതിലൊരു ശാഠ്യമുണ്ടായിരുന്നു. ഇല്ല, ഞാൻ പോകില്ല. നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. നിങ്ങൾ ഉറങ്ങിയിട്ട് പോലുമില്ല. എന്താ നിങ്ങൾ ഉള്ളിൽ ഒതുക്കി വയ്ക്കുന്നത്? എന്താ മറച്ചു വയ്ക്കുന്നത്? പറയേ. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ചോദിച്ചു. ദേവൻ അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു. അപ്രതീക്ഷിതമായ ആ ആലിംഗനത്തിൽ ഗൗരി സ്തബ്ധയായി നിന്നുപോയി. ശ്വാസം പോലും നിലച്ചതുപോലെ. അല്പനേരം അവൾ അനങ്ങാതെ നിന്നു. ഒരു പൊട്ടിക്കരച്ചിലിലൂടെ തൻ്റെ ഉള്ളിലെ കടുത്ത ഭാരത്തെ ഇറക്കി വയ്ക്കുന്ന അവനെ അടർത്തി മാറ്റാൻ അവൾക്ക് തോന്നിയില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. അവളും കണ്ണുകളടച്ച് നിശ്ചലമായി നിന്നു. കുറേ നേരത്തെ തേങ്ങലിനൊടുവിൽ മനസ്സിൻ്റെ ഭാരം അല്പം കുറഞ്ഞപ്പോൾ അവൻ മെല്ലെ കണ്ണുകൾ തുറന്നു. യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്ന ഉടനെ അവൻ അവളെ പെട്ടെന്ന് അടർത്തി മാറ്റി മുഖം തിരിച്ചു നിന്നു. സോറി, അവൻ ഒരു പതർച്ചയോടെ പതുക്കെ പറഞ്ഞു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഗൗരി അവനെ സാവധാനം തിരികെ അഭിമുഖമായി നിർത്തി. അവളുടെ ശബ്ദം നേർത്ത് കേട്ടു. എന്താ പറ്റിയതെന്ന് എന്നോട് പറഞ്ഞൂടെ? ദേവൻ ആഴത്തിലൊന്ന് ശ്വസിച്ചു. തടയാൻ നോക്കിയെങ്കിലും വാക്കുകൾ അവൻ്റെ ചുണ്ടിൽ തങ്ങി നിന്നു. ഒടുവിൽ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു. രവിക്ക് തലയ്ക്ക് നല്ല പരിക്കുണ്ട്. അവൻ വെന്റിലേറ്ററിലാ. ഇതുവരെ ബോധം വന്നിട്ടില്ല. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ തകർന്നു പോയി. ദേവൻ അവളെ നേരിട്ട് നോക്കാൻ കഴിയാതെ മുഖം തിരിച്ചു നിന്നു. എല്ലാം എൻ്റെ തെറ്റാ. എൻ്റെ ദേഷ്യം കാരണാ ഇതെല്ലാം സംഭവിച്ചത്. സമാധാനപരമായി ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടതിനു പകരം ഞാൻ എന്താ ചെയ്തത്? തെറ്റായിപ്പോയി. അവൻ്റെ മനസ്സ് വേദനിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ ദേവൻ കണ്ണുകൾ അടച്ച് അല്പനേരം നിന്നു. വീട്ടിൽ നിന്ന് അമ്മയും അനിയത്തിമാരും വിളിച്ചുകൊണ്ടിരിക്കുക. എന്താ ഞാൻ അവരോട് പറയേണ്ടത്? ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്ന് ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി പിടയുകയാണെന്നോ? കഴിയില്ല എനിക്കതിന്. ആ അമ്മ ആ മകനെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. തകർന്നു പോവും ആ പാവം. എനിക്ക് അവനെ വേണം. വിട്ടുകൊടുക്കില്ല ഒരു മരണത്തിനും. ദേവൻ ഗൗരിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. മഹാദേവ മഹാദേവ എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ലേ? നീയും പ്രാർത്ഥിക്ക് അവനു വേണ്ടി. അവനെ എനിക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടാൻ വേണ്ടി. ചെല്ല്, ഒന്ന് കുളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ദേവൻ ഡ്രസ്സ് എടുക്കാനായി കബോർഡിനടുത്തേക്ക് ചെന്നു. ഗൗരി ചായക്കപ്പുമായി താഴേക്ക് പോന്നു. കുളി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാനായി ഇറങ്ങി വന്ന ദേവനെ ഭക്ഷണം കഴിക്കാതെ പോകാൻ ഗൗരി സമ്മതിച്ചില്ല. അവരൊന്നിച്ച് മഹേന്ദ്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഓഫീസിലേക്ക് പോകാനായി ഗൗരിയെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിവിട്ട ശേഷം ദേവൻ അവിടുന്ന് പോയി. ഹോസ്പിറ്റലിൽ പോകേണ്ട വഴിയിൽ നിന്ന് ദിശ മാറി ദേവൻ പോകുന്നത് കണ്ട് ഗൗരി ഒന്ന് സംശയിച്ചു.